ഫിലിം ഗാരേജിന്റെ മാർക്കോയുടെ ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഉണ്ണി മുകുന്ദനെ നായകനാക്കി ഹനീഫ് അദീനി സംവിധാനം ചെയ്ത മാർക്കോ കൃത്യം 13 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. സിനിമയുടെ 13ാം ദിവസത്തെ കളക്ഷന്റെയും നേട്ടങ്ങളെയും കുറിച്ചുള്ള അപ്ഡേറ്റുകളും ഒപ്പം തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ എല്ലാം തന്നെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതുപ്രകാരം വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷ ലെവലിലേക്ക് തന്നെ എത്തപ്പെട്ടിരിക്കുകയാണ്. 75 കോടി കടന്ന സിനിമ 76 കോടിക്കടുത്ത് വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇന്നലെ മാത്രം സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് വന്നിരിക്കുന്നത് 4 കോടിയിൽ പരം ഗ്രോസ് കളക്ഷനാണ്. അതിൽ 95% കളക്ഷനും നമ്മുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയെടുത്തത് എന്നാണ് ഏറ്റവും അവസാനം വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇന്നലെ സിനിമയുടെ തെലുഗു ഡബ് റിലീസ് ചെയ്തിരുന്നല്ലോ. ഒരു മലയാളം സിനിമയുടെ മലയാളം പതിപ്പും ഹിന്ദി പതിപ്പും തെലുഗു പതിപ്പും ഒരു ദിവസം 1 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന അപൂർവ കാഴ്ച കൂടി മാർക്കോ എന്ന മലയാളം സിനിമയിലൂടെ ഇന്നലെ കാണാനായിട്ട് ഇടയായി. സിനിമ കൊറിയയിൽ കൂടി റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണല്ലോ. മാർക്കോയുടെ തെലുഗു പതിപ്പിന്റെ ഒഫീഷ്യൽ കളക്ഷൻ ഇന്ന് പുറത്തു വന്നപ്പോൾ 1,75,00,000 സിനിമ ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം നേടിയെടുത്തിരിക്കുന്നത്. മലയാളം പതിപ്പിനെയും ഹിന്ദി പതിപ്പിനെയും കൂടുതലാണ് ഇന്നലെ തെലുഗു പതിപ്പ് സിനിമ കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. തെലുഗു പതിപ്പ് ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 1,75,00,000 നേടിയെടുത്തപ്പോൾ ഹിന്ദി പതിപ്പ് 1,40,00,000 കളക്ഷനും മലയാളം പതിപ്പ് 1,25,00,000 കളക്ഷനുമാണ് ഇന്നലെ ജനുവരി 1-ാം തീയതി മാർക്കോയുടെ 13ാം ദിവസം തിയേറ്ററുകളിൽ നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ മാർക്കോ എന്ന സിനിമ വമ്പൻ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ 13 ദിവസത്തെ സിനിമയുടെ കൃത്യമായ കേരള കളക്ഷൻ ഇനിയും പുറത്തു വന്നിട്ടില്ല. 36-37 കോടി റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ഇന്നത്തെ 2-ാം തീയതിയിലെ ഉൾപ്പെടെയുള്ള കൂടുതൽ കളക്ഷൻ അറിയാനായിട്ട്.